സെഷനിലേക്ക് സ്വാഗതം. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെൻ്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരത്തേക്ക് അയച്ചാൽ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ആരോട് ചോദിക്കേണ്ട, നേരെ തന്നെ അവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. പാർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മളങ്ങ് പഠിക്കാൻ പോവാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ഗ്യാസ് മാറ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതിൻ്റെ അകത്ത് രണ്ട് പ്രധാനപ്പെട്ട കോമ്പണൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഷേപ്പ് ഇവർക്ക് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ വോളിയത്തിലുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തോർത്തെടുക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഇത് തെറ്റിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആണായിട്ട് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും മാറിപ്പോരുത്. ആദ്യം നമുക്ക് നോക്കാം, സോളിഡിന് കൃത്യമായിട്ടൊരു ഷേപ്പ് ഉണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു കല്ലെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്. അത് ഇവിടെ വെക്കുകയാണെങ്കിലും അമേരിക്കയിൽ വെക്കുകയാണെങ്കിലും ഫ്രാൻസിൽ വെക്കുകയാണെങ്കിലും എവിടെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു ഷേപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോളിഡിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് എന്ന് വളരെ ഒരു സംശയം കൂടാതെ നമുക്ക് പറയാം. എന്നാൽ ലിക്വിഡ്സിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അകത്താണ് വെള്ളം എടുക്കുന്നതെന്ന് വിചാരിക്കാം. അതേ വെള്ളം തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം വരില്ലേ? ആദ്യമുള്ള ആ ഒരു വെള്ളം എടുത്ത ആ ഗ്ലാസിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുക. പിന്നീട് നമ്മൾ എങ്ങോട്ടാണോ വെള്ളം ഒഴിച്ചത്, ഏത് കണ്ടെയ്നറിലേക്കാണോ ഏത് പാത്രത്തിലേക്കാണോ എടുത്തത്, ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ഷേപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ നമുക്ക് എന്താണ്, നോട്ട് എ ഫിക്സഡ് ഷേപ്പ് അല്ലെ. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഷേപ്പ് പറയാൻ കഴിയില്ല. ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിൻ്റെ ഷേപ്പിലായിരിക്കും ലിക്വിഡ്സ് ഉണ്ടാവുക. റെഡി? ഇനി ഗ്യാസിന്റെ കേസും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ ഗ്യാസ് ഒരു കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് പ്രത്യേക ഷേപ്പൊന്നുമില്ല. കാരണം നമുക്ക് ഷേപ്പിനെ പറ്റി പറയാനേ പറ്റില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു രൂപമില്ലാത്ത ആളാണ് ശരിക്കും ഈ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ നോ ഷേപ്പ് എന്ന് പറയാം. റെഡിയാണല്ലോ മക്കളെ? അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കൂ, വോളിയം അല്ലേ. വോളിയം എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സോളിഡ്, നമ്മളിപ്പോൾ ഒരു കല്ലിനെ എടുക്കുക. ഈ കല്ല് കൃത്യമായിട്ട് തൂക്കിക്കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. അത് എവിടെ പോയിട്ട് എടുത്തു കഴിഞ്ഞാലും അത് 1 കിലോ തന്നെയാണ്. ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും 1 കിലോ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല അല്ലേ. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു വോളിയം, ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം അതിനുണ്ടാവും എന്നുള്ളതാണ് സോളിഡിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. എന്നാൽ ലിക്വിഡ്സിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ വരുമോ? തീർച്ചയായും അതിന് കൃത്യമായിട്ടൊരു വോളിയം ഉണ്ടാവും. കാരണം ഇപ്പോൾ 1 ലിറ്ററിൻ്റെ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. ആ ഒരു വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനൊന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അത് 1 ലിറ്റർ തന്നെ ആയിരിക്കും. വെള്ളത്തിന് അവിടെ മാറ്റം, വെള്ളത്തിൻ്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാവും, പക്ഷേ വെള്ളത്തിൻ്റെ അളവിൽ എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഇതേ 1 ലിറ്റർ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞാലും അത് 1 ലിറ്റർ തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് എന്തുണ്ടാവും, ഒരു ഫിക്സഡ് വോളിയം നമുക്ക് അവിടെ പറയാം അല്ലേ. ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉള്ളൊരു കാര്യം. എന്നാൽ ഗ്യാസിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോടാ മക്കളെ, ഗ്യാസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോ, ഒരു ഫിക്സഡ് വോളിയം നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ 1 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രം, അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഗ്യാസ് നിറച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗത്ത് അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇനി അതേ ഗ്യാസ് 2 ലിറ്റർ ഉള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ഞാൻ 1 ലിറ്ററേ ഉള്ളൂ അതുകൊണ്ട് 1 ലിറ്റർ മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുമോ? ഒരിക്കലുമില്ല. ആ 2 ലിറ്റർ പാത്രത്തിൻ്റെ അകത്തേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യും. വേണ്ട, ആ 2 ലിറ്ററിന് പകരം നമ്മൾ 3 ലിറ്ററിൽ പാത്രത്തിലേക്ക് എത്തി. അപ്പോൾ അത് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അടങ്ങി ഒതുക്കിയിരിക്കുകയാണോ ചെയ്യുക? അല്ല, ആ 3 ലിറ്റർ പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു വോളിയം ഇവിടെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ ഫിക്സഡ് വോളിയം. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പതിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒരു കാരണവശാലും മാറിപ്പോരുത്. പലപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനമാണ്. എപ്പോൾ മാത്രം പരീക്ഷ ഹാളിൽ നമ്മൾ കംപ്ലീറ്റ് കൺഫ്യൂഷനായിട്ട് മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൂപ്പർ ബാച്ചിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് കുട്ടികൾ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിനോടൊപ്പം റെക്കോർഡുള്ള
ലൈവ് ക്ലാസ്സുകളുണ്ട്, PYQ ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ എന്താണ് 8ാം ക്ലാസ് കളറാക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാർ ഈ നോട്ട്സുകളൊക്കെ എവിടെ കിട്ടുക, 8ാം ക്ലാസ് CBSE-യുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സുകളൊക്കെ എവിടെ കിട്ടുക? അതിനുള്ള ഉത്തരമാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിലോ അതിൻ്റെ നോട്ട്സുകളൊക്കെ കിട്ടും. നിങ്ങൾ 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ, അതേപോലെ തന്നെ സ്ലൈഡുകൾ, നോട്ട്സുകൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. തികച്ചും ഫ്രീ ആയിട്ടാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.